ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. നമ്മൾ ഭഗവാന് ഭക്ഷണം നേദിക്കാറുണ്ട്. നമ്മൾ വീട്ടിലായാലും അമ്പലത്തിലായാലും ഭഗവാന് ഭക്ഷണം നേദിച്ച് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഭക്ഷണം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ, ഭഗവാൻ കഴിക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഉണ്ണി ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ ഭക്ഷണം വന്ന് കഴിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഭക്ഷണം ശരിക്കും ഭഗവാൻ കഴിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ചോദ്യം ഒരു കുട്ടി ആ കുട്ടിയുടെ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി. അതായത് നമ്മൾ ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം നേദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എങ്ങനെയാണോ ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നത് പാത്രത്തിൽ അതേപോലെ തന്നെ ആ ഭക്ഷണം ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ശരിക്കും നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണം ഭഗവാൻ കഴിക്കുന്നുണ്ടോ, ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ആ കുട്ടി ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു ആ കുട്ടിയോട് ഒരു ശ്ലോകം പഠിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ പിറ്റേ ദിവസം ആ കുട്ടി ആ ശ്ലോകം പഠിച്ചു വന്ന് ഈ ഗുരുവിൻ്റെ മുമ്പിൽ പാടി കേൾപ്പിക്കും. അപ്പോൾ ആ ഗുരു ആ ശിഷ്യനോട് പറയും, നീ ഈ പുസ്തകത്തിൽ നിന്നല്ലേ ആ ശ്ലോകം പഠിച്ച് എൻ്റെ മുമ്പിൽ വന്ന് പാടി കേൾപ്പിച്ചത്, പക്ഷേ ആ ശ്ലോകം ആ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടോ? ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന് ഭക്ഷണം കൊടുക്കുമ്പോഴും ഭഗവാൻ ആ ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട്, ആ ഭക്ഷണത്തിൻ്റെ എസൻസ് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പോലെ ഭഗവാൻ കൈയും കൊണ്ടോ വായും കൊണ്ടോ അല്ല അതിനെ സ്വീകരിക്കുക. ഭഗവാൻ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾ സ്നേഹത്തോടെയും ഭക്തിയോടെയും നമ്മുടെ മനസ്സ് നിറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഭഗവാനും മനസ്സ് നിറഞ്ഞ് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണം സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.